ത്യാഗത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് സർവശക്തനായ നമ്മുടെ ദൈവത്തെ, നമ്മുടെ സ്നേഹത്തെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. മോശയും ദാവീദും ഏലിയായും ഒക്കെ കണ്ടതുപോലെ കർത്താവിൻ്റെ മുഖം കാണാൻ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഓരോ ആരാധനയുടെ സമയവും. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയുടെ മുമ്പിൽ ഒരു സമാഗമ കൂടാരത്തിൽ അവിടുത്തെ മുഖത്തോട് മുഖം കാണാൻ പറ്റുന്ന സമയമാണ്. ദിവ്യകാരുണ്യമായി സ്നേഹമായി ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. എല്ലാം അവിടുത്തെ മുൻപിലേക്ക് സമർപ്പിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഒറ്റ ആഗ്രഹം, ഒറ്റ നിയോഗം, അവിടുത്തെ മുഖം കാണാൻ, അവിടുത്തെ സ്വരം കേൾക്കാൻ, അവിടുത്തെ ഹിതം അറിയാൻ, എപ്പോഴും അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ അടിയൻ അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ മുഖം തേടാൻ കൃപ നൽകണമേ. പ്രാർത്ഥിക്കാം. ഈശോയെ, ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നോക്കിക്കൊണ്ട് എല്ലാവരും ചേർന്ന് പാടുകയും നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഏറ്റവും വലിയ പ്രാർത്ഥനയായി ആഗ്രഹമായി ഈ ഇരടികളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സർവസ്വമായവനെ, എൻ്റെ ജീവൻ്റെ ജീവനായവനെ, ഈശോയെ നീ മാത്രം മതി എനിക്ക്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ഇരടിയിൽ ആവർത്തിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കണ്ണുകളെ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഉറക്കെ പാടി പ്രാർത്ഥിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. വലിയ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയെ കണ്ട് ഈ സമയം നമ്മൾ ആരാധിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ കണ്ട മാലാഖമാർ അവിടുത്തെ ആരാധിച്ചതുപോലെ എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കാം. കർത്താവേ, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങളുടെ തിരക്കുകൾക്കിടയിൽ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങൾക്കിടയിൽ, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കിടയിൽ എല്ലാറ്റിനും ഉപരിയായി അങ്ങേ ആരാധിക്കാൻ, അങ്ങേ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ ഒത്തിരി അധികം തിരക്കുകൾക്കിടയിലാണ്. മാറ്റിവെക്കാൻ പറ്റുന്നില്ലാത്ത പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുക. കാരണം ഞങ്ങൾക്ക് അങ്ങേ മാറ്റിവെക്കാൻ പറ്റില്ല. അത്രയധികം സ്നേഹം ഞങ്ങൾ അങ്ങയോട് തരികയാണ്. ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ചതിന്, ചേർത്ത് പിടിക്കുന്നതിന്, പാപങ്ങളൊക്കെ ചെയ്ത് അകന്നു പോയിട്ടും ഞങ്ങളെ തേടി വന്ന, മാറ്റി നിർത്താത്ത അങ്ങയെ സ്നേഹത്തെ, അങ്ങയുടെ കാരുണ്യത്തെ മറ്റെന്തും മാറ്റിവെച്ച് ഞങ്ങൾ ആരാധിക്കാൻ ഇതാ ഈ സമയം അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, അങ്ങേ ആരാധിക്കുന്ന ഞങ്ങൾ
രോഗികളായവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, ഒരുപാട് കണ്ണുനീരുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ അങ്ങയുടെ സാന്നിധ്യം കണ്ടാൽ അതെല്ലാം മാറും. ആ പ്രശ്നത്തെയൊക്കെ അതിജീവിക്കാൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കും. ഈ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. മോശ ആരാധിച്ചതുപോലെ, മോശ അങ്ങയുടെ സാന്നിധ്യം കണ്ടതുപോലെ, ദാവീദ് ആരാധിച്ച് അങ്ങയുടെ സാന്നിധ്യത്തെ മഹത്വപ്പെടുത്തി പാടിയതുപോലെ, ഏലിയ അങ്ങയുടെ സ്വരം കേട്ട് തീഷ്ണതയാൽ ജ്വലിച്ചതുപോലെ, അങ്ങയുടെ സാന്നിധ്യത്തിലിരുന്ന് അങ്ങയുടെ സാന്നിധ്യത്തെ കണ്ട് ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. കർത്താവേ, അങ്ങയുടെ മുഖം കണ്ടാൽ ഞങ്ങൾ പ്രകാശിതരാകും. അങ്ങയുടെ സാന്നിധ്യം കണ്ടാൽ ഞങ്ങളുടെ ജീവിതം മാറും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമെന്നല്ല, ആ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തെ കണ്ട് ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറും. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. മോശ ആരാധിച്ചതുപോലെ, ദാവീദ് ആരാധിച്ചതുപോലെ, പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചതുപോലെ, അപ്പസ്തോലന്മാർ ആരാധിച്ചതുപോലെ, വിശുദ്ധർ ആരാധിച്ചതുപോലെ ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ ആരാധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും കർത്താവ് മാറ്റം വരുത്തും. മറ്റൊന്നും ഈശോ ആഗ്രഹിക്കുന്നില്ല. എന്നെ ആരാധിക്കുന്നവരെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ഒറ്റയ്ക്കാക്കി പോവാത്തൊരു ദൈവമാണ്. തൻ്റെ മുഖം തേടുന്നവരെ തേടി വരുന്നൊരു ദൈവമാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ താളുകൾ അറിയുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആ മകൻ അകലെയായിരിക്കുമ്പോൾ തന്നെ കണ്ടൊരു ദൈവമാണ്. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ അനുഗ്രഹിച്ച, ചേർത്ത് പിടിച്ച് ചുംബിച്ച പിതാവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ദിവ്യകാരുണ്യത്തിൽ ആരാധനയിൽ നമ്മൾ കാണുക. മറ്റെല്ലാം മാറ്റിവെക്കുക. നമ്മുടെ ആകുലതകളും അസ്വസ്ഥതകളും രോഗങ്ങളും സ്വപ്നങ്ങളും കണ്ണുനീരുകളും എല്ലാം മാറ്റിവെച്ച് ഈശോയുടെ സ്നേഹത്തെ മാത്രം ആഗ്രഹിക്കുക. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി ഈ സമയം ഒരുങ്ങുക. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന മാലാഖമാരോട് ചേർന്ന് പാട്ടൊക്കെ പാടി കരങ്ങളൊക്കെ അടിച്ച് ഈ സമയം നമ്മൾ എല്ലാം മറന്ന് ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. സ്വരമുയർത്തി കരങ്ങളുയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. സർവശക്തിയോടെ കൈത്താളത്തോടെ മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് നമ്മുടെ ഈ കൂട്ടായ്മ ഒന്ന് ചേർന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഇല്ലായ്മകളിലും ഞങ്ങളുടെ ആകുലതകളിലും ഞങ്ങളുടെ രോഗങ്ങളിലും ഞങ്ങളുടെ സങ്കടങ്ങളിലും ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ ഞങ്ങൾ വീണ് കിടക്കുന്ന അവസ്ഥകളിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ഞങ്ങളുടെ കൂട്ടായ്മകളോട് ചേർന്ന് ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കും. രോഗപീഠകളിൽ ഞങ്ങളുടെ ആകുലതകളിൽ ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ ഞങ്ങളങ്ങെ ആരാധിക്കും. ഞങ്ങളുടെ പരാജയങ്ങളിൽ ഞങ്ങളങ്ങെ ആരാധിക്കും. പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങളിലും കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കും. എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ കരുതലിനെ ഞങ്ങൾ ആരാധിക്കും. വീണു പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു.
ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരിക്കലും അനാഥരാക്കാതെ, ഒറ്റയ്ക്ക് വിടാതെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തെ, സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. ശക്തിയോടെ വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കാം. അങ്ങയുടെ മുഖം തേടുവിനെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു. ഇതാ അങ്ങയുടെ മുഖം ഞങ്ങൾ തേടുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക്, അങ്ങ് കാണുന്ന കണ്ണുകളുടെ മുമ്പിലേക്ക്, അങ്ങ് കേൾക്കുന്ന കാതുകളുടെ മുമ്പിലേക്ക് അങ്ങയുടെ എല്ലാ പ്രാർത്ഥനകളും പ്രതിഷ്ഠിക്കുന്നു. ഇനി ആരാധനയിൽ സംബന്ധിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും അവരുടെ ഓരോ ജീവിതാവസ്ഥകളും ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. കർത്താവേ, അങ്ങേ മാത്രം ആശ്രയിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മകനാണ്, പ്രിയപ്പെട്ട മകളാണ്. കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളെയും അങ്ങ് കാണണമേ. ഈശോ, അങ്ങയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്ന എല്ലാ വേദനകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണുനീരുകളെ അങ്ങ് കണക്കിലെടുക്കണമേ. ഈശോയെ, ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ, സങ്കടങ്ങളെ അങ്ങ് കാണാമേ. ഈശോയെ, കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കണം. വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് കാണണമേ, സൗഖ്യപ്പെടുത്തണമേ. ജോലി മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രത്യേകമായിട്ട് അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോ, ഒറ്റപ്പെട്ടു പോയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ഏകാന്തതയുടെ കണ്ണുനീരുകളിലൂടെ കടന്നു പോകുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, സഹായിക്കാൻ ആരുമില്ലാതെ, സ്നേഹിക്കാൻ ആരുമില്ലാതെ, ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരെ ഈ ആരാധനയുടെ സമയത്ത് അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഞാൻ ഒരിക്കലും നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്നുള്ള അങ്ങയുടെ വാഗ്ദാനം അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് പകർന്നു നൽകണമേ. ഈശോ, അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോ, ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണമേ. വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെടുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. ചില കുടുക്കുകളിൽ പെട്ട് തിരിച്ചു കയറി വരാൻ പറ്റാതെ വിഷമിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോ, ഈ സമയത്ത് ബലിയർപ്പിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റാതെ അശ്രദ്ധമായിട്ടൊക്കെ നിന്നു പോകുന്നവരെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ, പഴയപോലെ ഒരു ജ്വലനം കിട്ടാത്തവരെ, അതേ ഒരു സ്നേഹം കിട്ടാത്തവരെ ഈശോയെ അങ്ങയുടെ സ്വരം കേൾപ്പിച്ച് ഏലിയായെപ്പോലെ വീണ്ടും ജ്വലിക്കാൻ ഒരു കൃപ നൽകണമേ. ഈശോയെ, തിരക്കുകൾക്കിടയിൽപ്പെട്ട് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലിരിക്കാൻ മറന്നുപോയവരെ മോശ പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ മുഖം കണ്ട് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ കൃപ നൽകണമേ. പാപത്തിൻ്റെ പടുകുഴികളിൽപ്പെട്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയവരെ ദാവീദിനെ പോലെ പുതിയൊരു ഹൃദയം നൽകി അങ്ങയുടെ കൂടാരത്തിൽ പുനഃസ്ഥാപിക്കണമേ. പാപങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് അധികാരം വീണ്ടും ഉറപ്പിച്ച് നൽകി ആനന്ദത്തിൻ്റെ ഗീതം അവരുടെ നാവുകളിൽ അങ്ങ് നൽകണമേ. ദാവീദിനെ പോലെ അങ്ങയുടെ മുഖം തേടാൻ മറ്റൊന്നിലേക്ക് മുഖം തിരിക്കാതെ, പാപത്തിൽ നിന്ന് മുഖം തിരിച്ച് അങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങയുടെ കൃപ ചൊരിഞ്ഞു തരണമേ. കൂടുതൽ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. മറ്റെന്തിനേക്കാളും ഉപരി അങ്ങയുടെ സാന്നിധ്യത്തെ ആനന്ദിക്കാൻ, ആ സാന്നിധ്യത്തെ തേടാൻ, ആ കൃപയിൽ ജീവിക്കാൻ
അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകാൻ ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് കൃപ നൽകണമേ. ഈശോ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. രോഗപീഠകളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ആശുപത്രികളിലായിരിക്കുന്നവരെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ ദിവസങ്ങളിലൊക്കെ വിവിധ സർജറികൾക്ക് വിധേയരാകുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ധ്യാനകേന്ദ്രത്തെ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. ധ്യാനകേന്ദ്രത്തിലേക്ക് വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, വിളിച്ചു പറഞ്ഞവർ, എഴുതി അറിയിച്ചവർ, ഇവിടെ വന്ന് പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിച്ചവരെ, കർത്താവെ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഈശോ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായി അങ്ങ് വിളിച്ചിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപാകടാക്ഷത്തിൽ നിറച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയോട് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങേ ആരാധിക്കാൻ അഭിഷേകം നൽകണമേ. വിശുദ്ധന്മാരോട് ചേർന്ന് ജീവിക്കാൻ കൃപ നൽകണമേ. വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കാൻ കൃപ നൽകണമേ. മണിക്കൂറുകൾ ആരാധനയ്ക്കിരിക്കാൻ കൃപ നൽകണമേ. കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലാൻ കൃപ നൽകണമേ. ജപമാല ചൊല്ലാൻ കൃപ നൽകണമേ. വിശുദ്ധ ജീവിതം നയിക്കാൻ കൃപ നൽകണമേ. തെറ്റുകളെ തിരുത്താൻ അഭിഷേകം നൽകണമേ. കുമ്പസാരിക്കാൻ കൃപ നൽകണമേ. സഭയോട് ചേർന്ന് നിൽക്കാൻ ഒരു സ്നേഹം തരണമേ. ക്ഷമിക്കാൻ, ക്ഷമ കൊടുക്കാൻ കൃപ നൽകണമേ. സ്വയം സ്നേഹിക്കാൻ, സ്വയം അംഗീകരിക്കാൻ കൃപ നൽകണമേ. വിഷമിപ്പിച്ചവരോടെല്ലാം പൊറുക്കാൻ, തെറ്റുകളെല്ലാം മറന്നുകളയാൻ കൃപ നൽകണമേ. ഈശോയെ, അനീതി കാണിച്ചവരോടെല്ലാം പൊറുക്കാൻ കൃപ നൽകണമേ. മാറ്റി നിർത്തിയവരെല്ലാം ചേർത്ത് പിടിക്കാൻ ഒരു കൃപ നൽകണമേ. വെറുത്തുപേക്ഷിച്ചവരെല്ലാം സ്നേഹത്തോടെ വീണ്ടും ചേർത്ത് പിടിക്കാൻ കൃപ നൽകണമേ. സങ്കടപ്പെടുത്തിയവരെ, ഒറ്റപ്പെടുത്തി കളഞ്ഞവരെ, മാറ്റി നിർത്തിയവരെയെല്ലാം ക്ഷമയോടെ സ്നേഹിക്കാൻ കൃപ നൽകണമേ. ഈശോയെ, എല്ലാവിധ ആത്മീയ വരങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. കടബാധ്യതകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, കുടുംബത്തിലെ അരക്ഷിതാവസ്ഥകൾ, അസ്വസ്ഥതകൾ, വിള്ളലുകൾ അങ്ങ് ഏറ്റെടുക്കണമേ. പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെ ഏറ്റെടുക്കണമേ. പരസ്പരം സംസാരിക്കാത്ത ദമ്പതികളെ അങ്ങ് കാണണമേ. ഈശോയെ, പണി പൂർത്തിയാവാത്ത ഭവനങ്ങളെ, വീടുകളെ അങ്ങ് കാണണമേ. ജോലിയില്ലാത്ത മക്കളെ അങ്ങ് കാണണമേ. പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത മക്കളെ അങ്ങ് കാണണമേ. ഈശോ, വലിയ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ അങ്ങ് കാണണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ബലമാവട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഇല്ലായ്മകളിൽ ഞങ്ങൾക്ക് തുണയാവട്ടെ. എല്ലാറ്റിനും ഉപരി അങ്ങയുടെ സാന്നിധ്യം തേടാൻ, അങ്ങയുടെ മുഖം തേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് അവിടെ സാന്നിധ്യം ഇറങ്ങട്ടെ. മോശയും ദാവീദും ഏലിയായും ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ സ്വരവും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ മുഖവും കാണാൻ ആ ഒരു കൃപ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, നിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങൾ പോകുന്നിടത്തല്ല നിന്റെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. സ്വേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ നന്ദി, സ്വേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.